അവനെ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കഴിഞ്ഞ തലമുറകൾ കേൾക്കണം. പ്രത്യാശ നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ ഇരുട്ടറിൽ കിടക്കുന്നവൻ അറിയണം എന്തുകൊണ്ട് രക്ഷയുണ്ട് എന്നുള്ളത്. എന്താണ് വചനം പറഞ്ഞത്? ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമം. ശരീരത്താൽ നിയമം ബലഹീനമാക്കപ്പെട്ടു. എന്താണ് നിയമം? ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, 10 കൽപ്പനകൾ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ കൽപ്പനകൾ അത് ബലഹീനമാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കൽപ്പന ശക്തിയുള്ളതല്ലേ? ശക്തിയുണ്ടോ ഇല്ലയോ? ഉണ്ട്. വചനമാണത്, ശക്തിയുണ്ട്. പക്ഷെ അത് ബലഹീനമായി പോയി. എന്തുകൊണ്ടാണ്? ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ടു. ശരീരം കൊണ്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും പാപം ചെയ്തു. നിയമത്തെ അറിയാം, വ്യഭിചാരം ചെയ്ത നിയമം ഉണ്ട്, അവനറിയാം. പക്ഷേ ആ നിയമം അറിഞ്ഞിരിക്കെ അവനെ കൊണ്ട് ആ നിയമത്തെ ജയിക്കാൻ പറ്റാതെ, അനുസരിക്കാൻ പറ്റാതെ വീണ്ടും 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 പാപം ചെയ്തപ്പോൾ അവൻ്റെ ജീവിതത്തിൽ, അവളുടെ ജീവിതത്തിൽ ആ നിയമം ബലഹീനമായി പോയി. ആ നിയമത്തിന് അവനെ വീണ്ടെടുക്കാൻ ശക്തിയില്ലാതായി പോയി. അങ്ങനെ മനുഷ്യന്റെ പാപത്താൽ ദൈവത്തിന്റെ നിയമം ഒരുവന്റെ ജീവിതത്തിലെ ദുർബലമായി ബലഹീനമാക്കപ്പെട്ടു. അപ്രകാരം ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. യേശു സ്വീകരിച്ചത് ഒരു മനുഷ്യ ശരീരമാണ്. അത് പാപകരമായ ശരീരമാണ്. മനുഷ്യ ശരീരം ദൈവദേവതയുടെ ഛായയിലും സദൃശ്യത്തിലുമാണ് മനുഷ്യനെ മെനഞ്ഞെടുത്തത്. ആ ശരീരം കൊണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ശരീരം ദുഷ്ടന്റെ അടിമത്തലായി പാപകരമായ ശരീരമായിട്ട് മാറി. അപ്പോൾ യേശു ക്രിസ്തു മനുഷ്യൻ അവതരിച്ചപ്പോൾ യേശു സ്വീകരിച്ചത്, യേശു എടുത്തത് പാപകരമായ ആ ശരീരത്തിൻ്റെ സദൃശ്യമാണ്. അങ്ങനെ ദൈവം യേശുവിനെ പാപകരമായ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന് എവിടെയാണ് ശിക്ഷ വിധിച്ചത്? അതിൻ്റെ ശരീരത്തിലാണ് ശിക്ഷ വിധിച്ചത്. യേശു ക്രിസ്തു ശരീരത്തിലാണ്. ദൈവം പിതാവ് യേശുവിനെ എല്ലാ പാപങ്ങളും ചുമത്തി. ലോകത്തിലെ സകല മനുഷ്യരെയും പാപങ്ങൾ യേശുവിന് മേൽ ചുമത്തി. അത് മുതൽ ഇങ്ങോട്ട് എല്ലാവരും ചെയ്ത എല്ലാ പാപങ്ങളും യേശുവിന് മേൽ ചുമത്തി. എന്നിട്ട് ആ പാപത്തിന് അവിടുന്ന് ശിക്ഷ വിധിച്ചു. അതുകൊണ്ടാണ് യേശുവിന്റെ ശരീരം കീറി മുറിക്കപ്പെട്ടത്, ചമ്മട്ടി അടികളാൽ തകർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് യേശു ശരീരം കുരിശുമേൽ തറയ്ക്കപ്പെട്ടത്. യേശുവിന് ചുമത്തപ്പെട്ട ഓരോ പാപത്തിൻ്റെ ശക്തി നശിപ്പിക്കപ്പെടണമായിരുന്നു. അങ്ങനെ അവസാന പാപത്തിൻ്റെ അവസാന ശക്തിയും നശിക്കുവോളം യേശു വേദന സഹിച്ചു, പീഡ സഹിച്ചു. അങ്ങനെ യേശു പാപത്തെ തൻ ശരീരത്തിലൂടെ നശിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ചു തൻ്റെ ശരീരത്തിലൂടെ. ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് അവൻ നിരപരാധിയായിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. പക്ഷെ പാപിയായ എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി എൻ്റെ പാപങ്ങൾ ദൈവം യേശുവിന് മേൽ ചുമത്തി. ആ പാപത്തെ ദൈവം ശിക്ഷിക്കുകയാണ്. യേശുവിന് മേൽ ശിക്ഷ വിധിച്ചുകൊണ്ട്, യേശു ശിക്ഷിച്ചുകൊണ്ട്. എൻ്റെ പാപത്തിന് വേണ്ടിയാ യേശു ശിക്ഷിക്കപ്പെട്ടത്. നിന്റെ പാപത്തിന് വേണ്ടിയാ യേശു ശിക്ഷിക്കപ്പെട്ടത്. ആ യേശു ഏറ്റെടുത്ത ശിക്ഷ, അതാണ് യേശയ്യ 53:5 പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ആമേൻ. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമുള്ളവരായി. സകല മനുഷ്യരുടെ പാപങ്ങൾ പിതാവ് യേശുവിന് മേൽ ചുമത്തി. അതിന് കാരണം ഇതാണ്. പാപം എന്ന് പറയുന്നത് സാത്താൻ്റെ ശക്തിയാണ്. ഈ പാപത്തെ നശിപ്പിക്കാൻ ലോകത്തിൽ വേറൊരു സംവിധാനമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു സുവിശേഷ പ്രഘോഷനായി ഒരു വലിയ ക്രിസ്തുവിൻ്റെ ശിഷ്യനെ പോലെ ജീവിച്ച ഒരു സാധു സുന്ദർ സിംഗ് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പഞ്ചാബിൽ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ആ മനുഷ്യൻ താൻ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്ത് ആ ബൈബിള് കത്തിച്ചു കളഞ്ഞു. ഇത്രമാത്രം ക്രിസ്തുവിനെ എതിർത്ത മനുഷ്യനാണ്. ഒരു വലിയ ക്രൈസ്തവ വിരോധിയായിരുന്നു. എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞു. ജീവിതത്തിലെ മറ്റു മേഖലകളിലായി, ഒടുവിൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങളായി, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമായി, മരണമാത്രം മുമ്പിലായി.
ഈ മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിച്ചു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് കണ്ടെത്തിയ മാർഗമാണ് തൻ്റെ ഗ്രാമത്തിലൂടെ പോകുന്ന ട്രെയിനിന് മുമ്പിൽ ചാടി മരിക്കുക. തൻ്റെ ജീവിതത്തിലെ അവസാന രാത്രി പ്രഭാതത്തിൽ ട്രെയിൻ കടന്നു വരും. ഏതാനും മണിക്കൂർ മാത്രം അവശേഷിച്ചിരിക്കുക. മനുഷ്യൻ ആ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഒരു ദൈവമുണ്ടോ? ഈ ആകാശം ഭൂമിയെ സൃഷ്ടിച്ചൊരു ദൈവമാണോ? ആണെങ്കിൽ ആ ദൈവം എവിടെ? എന്നെ രക്ഷിക്കണം. ഞാനത് മരിക്കാൻ പോവുകയാണ്. ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ കടന്നു വരുന്ന ട്രെയിൻ മുമ്പിൽ ചാടി ഞാൻ മരിക്കും. ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഉത്തരം വേണം. സുന്ദർ സിംഗിൻ്റെ സാക്ഷ്യം ഇതാണ്. അപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു, യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താൻ ആരെ എതിർത്തിരുന്നുവോ, ആരുടെ വചനങ്ങളെ അഗ്നിക്കിരയാക്കിയോ, അത് യേശു ക്രിസ്തുവിനെയാണ് സുന്ദർ സിംഗ് കണ്ടത്. ആ രാത്രി സുന്ദർ സിംഗ് മാനസാന്തരപ്പെട്ടു. ആള് പശ്ചാത്തപിച്ചു. യേശു അപ്രത്യക്ഷനായി കഴിഞ്ഞപ്പോൾ ഇയാള് ഓടി അടുത്ത മുറിച്ച് അപ്പനെ വിളിച്ചു, അപ്പാ ഞാൻ ഒരു ക്രിസ്ത്യാനി ഇന്നു മുതൽ. അപ്പനെ ഇറക്കി വിട്ടു വീട്ടിൽ. ഇവിടെ പറ്റില്ല, താമസിക്കാൻ പറ്റില്ല, ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇറക്കി വിട്ടു. ഇയാള് അലഞ്ഞു നടന്നു. അങ്ങനെ ആ ആലസ്യയിൽ ഇയാൾ ഒരു പാസ്റ്ററെ കണ്ടു. ആ മനുഷ്യയൊക്കെ സ്നാനം കൊടുത്തു, അവരുടെ കൂട്ടത്തിലായി. പിന്നെ ശേഷം സുന്ദർ സിംഗ് സ്വന്തമായിട്ട് വചനം പ്രസംഗിക്കാൻ ആരംഭിച്ചു. വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് മനുഷ്യനോട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പം സുന്ദർ സിംഗ് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം ഹിമാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ അനേകം സന്യാസിമാരവിടെ സന്യസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്, സന്യാസിമാർ അതികഠിനമായി തങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ്. ചിലർ ചമ്മട്ടിക്ക് അടിക്കുന്നു, ശരീരത്തെ അടിക്കുന്നു. ചിലർ മരത്തിൽ തലകീഴായി കയറിൽ കെട്ടിത്തൂക്കി കിടക്കുന്നു. ചില ശരീരത്തിൽ മുറിവുണ്ടാക്കി വേദന സഹിക്കുന്നു. ഒരു മനുഷ്യനെ കൂടി സന്യാസിയെ കൊണ്ട് അദ്ദേഹം കിടക്കുന്ന ഒരു മേശപ്പുറത്ത് കിടക്കുക, ഒരു പലകപ്പുറത്ത് കിടക്കുകയാണ്. ആ പലകയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ആണി അടിച്ചിട്ടുണ്ട്. പലകയുടെ അടിയിൽ നിന്ന് മുകളിലേക്ക് ആണി അടിച്ചിരിക്കുകയാണ്. ഈ സന്യാസി കിടക്കുന്ന ഈ ആണിയുടെ മുകളിലാണ്. ഈ ആണിയെല്ലാം അവിടെ മാംസത്തിൽ കൊണ്ട് തറഞ്ഞ് രക്തം ഒഴുകുന്നുണ്ട്, വേദനയോടെ ഞരങ്ങുന്നുണ്ട്. അപ്പോൾ സുന്ദർ സിംഗ് ചോദിക്കുകയാണ്, മഹർഷി വരിക, അങ്ങ് എന്തിനാണ് ഇങ്ങനെ സ്വയം പീഡിപ്പിക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മോക്ഷം വേണം, ഞാൻ വലിയൊരു പാപിയാണ്, എനിക്ക് രക്ഷ വേണം, മോക്ഷം വേണം. അവിടെ ഇത് എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അവരെല്ലാം പറഞ്ഞ ഉത്തരം അതാണ്, മോക്ഷം വേണം. ഇവിടെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം തന്നെ പീഡിപ്പിച്ചാലും അവൻ്റെ മോക്ഷം ലഭിക്കണമെങ്കിൽ, അവൻ്റെ പാവം പരിഹരിക്കപ്പെടണമെങ്കിൽ അവിടെ ഒരു വഴി മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു എന്ന മാർഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം പാപം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബലഹീനതയല്ല, അത് പിശാചിൻ്റെ ശക്തിയാണ്. പാപം ഒരുവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ആ മനുഷ്യന് മേൽ പിശാചിൻ്റെ ഭരണം വരികയാണ്, ആധിപത്യം വരികയാണ്. ആ പൈശാചിക ശക്തിയെ തകർക്കാൻ ഒരു മാർഗവുമില്ല ലോകത്തിൽ. എത്ര വെള്ളത്തിൽ മുഖം കുളിച്ചാലും ശരി, ആ പാവങ്ങളൊന്നും പോകില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചത്. കാരണം പിശാചിന്റെ ശക്തിയെ നശിപ്പിക്കുവാൻ മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുകയാണ്. പാപകരമായ ശരീരത്തിന്റെ സദൃശ്യം എടുത്തുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യപുത്രനായിട്ട് അവതരിക്കുന്നു. ആ യേശുവിന്റെ മേൽ ഈ മനുഷ്യന്റെ ചെയ്തുപോയ പാപങ്ങൾ മുഴുവൻ ദൈവം ചുമത്തി. കാരണം യേശുവിന്റെ ശരീരം ദൈവികമായ ശരീരമാണ്. യേശു ജനിച്ചത് പരിശുദ്ധാത്മാവും വചനം കൂടി ചേർന്ന് ജ്ഞാനത്തിന്റെ ഉദരത്തിൽ, ജ്ഞാനവശകന്യാവിന്റെ ഉദരത്തിൽ യേശു ജനിച്ചു. എന്നാൽ 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതിലൂടെ യേശുവിന് മേൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ശക്തിയോടെ ആവസിച്ചു. യേശു അഭിഷിക്തനായിട്ട് മാറി. യേശു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നടത്തി 3 വർഷം. അതിന്റെ അവസാനമാണ് യേശുവിന് മേൽ പാപങ്ങൾ ചുമത്തപ്പെട്ടത്. അപ്പോൾ പൂർണ്ണമായ ദൈവമായ യേശുവിന് മേൽ ചുമത്തപ്പെട്ട ആ പാപങ്ങൾ സാത്താനെ നശിപ്പിക്കുവാൻ അത് ആവശ്യമായിരുന്നു. ഒരു മനുഷ്യന് മേലും പാപം ചുമത്തിയിട്ട് എത്ര ശിക്ഷിച്ചാലും ഒരു പാപം പോലും നശിപ്പിക്കപ്പെടത്തില്ല. നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ഈസ്റ്റർ ദുഃഖവെള്ളിയാഴ്ചകളിൽ പല വിദേശ രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, മനുഷ്യരെ കുരിശിന്മേൽ തറഞ്ഞു കിടക്കും, ആണി അടിച്ച് കുരിശിനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഫിലിപ്പൈൻ രാജ്യത്ത് ഏതാനും വർഷം മുമ്പ് ഒരു വലിയ പ്രസിദ്ധമായിട്ട് എല്ലാം കണ്ട സംഭവമാണ്. ഒരു മനുഷ്യനെ ആണികൾ തറച്ച് കുരിശ് കിടക്കുകയാണ്. പാവപരിഹാര ബലിയാണ്.
അയാളെ ചെയ്തുകൊണ്ട് അയാളുടെ പാപം പരിഹരിക്കപ്പെടുമോ? ലോകത്തിൽ ആരെങ്കിലും പാപം പരിഹരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. ഒരു കൊലപാതകം നടത്തിയിട്ട് 20 വർഷം ജയിലിൽ കിടന്ന് വിചാരിക്കുക, ശിക്ഷിക്കപ്പെട്ടു, 20 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിച്ചു. അയാൾ 20 വർഷം കഴിഞ്ഞ് പുറത്തു പോന്നു, അയാൾ ജയിലിൽ കിടന്നുകൊണ്ട് അയാളുടെ പാപം ശമിക്കപ്പെട്ടു? ഒരിക്കലുമില്ല. പക്ഷെ ഈ മനുഷ്യൻ താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് യേശുവിന്റെ നാമത്തിൽ പശ്ചാത്തപിച്ചിരുന്നെങ്കിൽ ആ നിമിഷം അവന്റെ പാപം ശമിക്കപ്പെട്ടുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് യേശു നൽകുന്ന സൗജന്യമായ രക്ഷ എന്നുള്ളത്. അപ്പോൾ ഈ സൗജന്യമായ രക്ഷ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തനം 10:42 വചനം പറഞ്ഞിരിക്കുന്നു, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 43 വചനമാണ്. അപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആര് പശ്ചാത്തപിക്കുന്നുവോ ആ നിമിഷം അവന്റെ മാരകമായ പാപങ്ങൾ സൗജന്യമായി ക്ഷമിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇതാണ് സൃഷ്ടപ്രപഞ്ചം കാത്തു നിൽക്കുന്നത്. രക്ഷ കടന്നു വന്നിട്ട് മനുഷ്യൻ പശ്ചാത്തപിച്ച് പാപത്തെ ഉപേക്ഷിക്കാൻ ഈ പ്രപഞ്ചം കാത്തു നിൽക്കുകയാണ്. കാരണം രക്ഷയുടെ വഴി ദൈവം വെച്ചു, മോക്ഷത്തിന്റെ വഴി ദൈവം വെച്ചു. യേശുവിനെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക, പാപം ക്ഷമിക്കപ്പെടും. ഇത്രമാത്രം എളുപ്പമാർഗമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ യേശുവിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനം ബലിയർപ്പിക്കണം, പാപപരിഹാര ബലി. അവർ ആടുകളെ കൊണ്ട് ദേവാലയത്തിൽ ചെല്ലണം, അതിനെ കൊന്ന് രക്തം ഒഴുകി ഒത്തിരി ചടങ്ങുകളും കർമ്മങ്ങളുമാണ് ഉള്ളത്. എന്നാൽ അതെല്ലാം യേശു ഏറ്റെടുത്തു. ആ ആടിന്റെ സ്ഥാനത്ത് യേശു കടന്നു പോന്നു. യേശുവിൻ്റെ രക്തം ഒഴുകി, യേശു കീറി മുറിക്കപ്പെട്ടു, യേശു അറക്കപ്പെട്ടു. ഇന്ന് അതുകൊണ്ട് ഞാനും നീയും ഏതൊരു മനുഷ്യനും അവന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഓർത്ത് ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ പശ്ചാത്തപിക്കുമ്പോൾ ആ നിമിഷം അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. അത് ക്ഷമിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൗജന്യമായ രക്ഷ ഇന്ന ദിവസം അനേകം ആത്മാക്കൾ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സൗജന്യമായ രക്ഷ ഈ നാട് പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യ പാപത്തിലൂടെ കടന്നു വന്ന് ഈ സൃഷ്ടിയുടെ മേൽ ഭരണം നടത്തുന്ന പാപത്തിന്റെ ശക്തികൾ കീഴടങ്ങട്ടെ. മനുഷ്യ പാപത്തിലൂടെ കടന്നു വന്ന് ഈ നാട് ഭരിക്കുന്ന, ദേശം ഭരിക്കുന്ന, കുന്നുകളും മലകളും ഭരിക്കുന്ന സാധാരണ ശക്തികളെ കീഴടങ്ങട്ടെ. യേശു ക്രിസ്തു സകല മർത്യരുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാകിയാൽ സാധാരണ ശക്തികളും കീഴടങ്ങട്ടെ, തകരട്ടെ. ആധിപത്യങ്ങൾ തകരട്ടെ, പ്രഭുത്വങ്ങൾ തകരട്ടെ, സാധാരണ കോട്ടകൾ തകരട്ടെ. ഈ പ്രപഞ്ച സ്വതന്ത്രമാകട്ടെ, സൃഷ്ടികൾ സ്വതന്ത്രമാകട്ടെ, പ്രപഞ്ച സ്വതന്ത്രമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആകാശം കേൾക്കട്ടെ, ഭൂമി കേൾക്കട്ടെ, സമുദ്രം കേൾക്കട്ടെ, കാറ്റ് കേൾക്കട്ടെ, സൂര്യൻ കേൾക്കട്ടെ, ചന്ദ്രനക്ഷത്രങ്ങൾ കേൾക്കട്ടെ, മഴമേഘങ്ങൾ കേൾക്കട്ടെ, മഴക്കാറ് കേൾക്കട്ടെ. യേശുവിന്റെ നാമം അധികാരമുള്ള നാമമാണ്. പാപത്തെ ജയിച്ച നാമമാണ്, സാത്താനെ ജയിച്ച നാമമാണ്, മരണത്തെ ജയിച്ച നാമമാണ്, ലോകത്തെ ജയിച്ച നാമമാണ്, പാപത്തെ ജയിച്ച നാമമാണ്, നരകത്തെ ജയിച്ച നാമമാണ്. ആ യേശുവിന്റെ നാമത്തില് പ്രപഞ്ചമേ കീഴടങ്ങുക. പിശാചിന്റെ എല്ലാ ഭരണങ്ങളും അവസാനിക്കട്ടെ, സാധാരണ എല്ലാ സ്വാധീനങ്ങളും കെട്ടപ്പെട്ട് നിർവീര്യമാകട്ടെ, കീഴടങ്ങട്ടെ. യേശുവിന്റെ കുരിശിലെ വിജയത്തിന്റെ യോഗ്യതയാൽ, ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ ഈ സൃഷ്ടപ്രപഞ്ചം യേശു നാമത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ. ജീസസ് കൽപ്പിക്കുന്നു, സാത്താൻ കീഴടങ്ങട്ടെ. ഈ പ്രപഞ്ചം സ്വതന്ത്രമാകട്ടെ. ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന എല്ലാ തരത്തിലുള്ള മണ്ണിടിച്ചിലുകള്, ഉരുൾപൊട്ടലുകള്, മലയിടിച്ചിലുകള്, പ്രളയം, ഭൂമികുലുക്കം, എല്ലാ തരത്തിലുള്ള പൈശാചിക ആധിപത്യങ്ങളെ സ്പിരിച്വലിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. സാത്താൻ കീഴടങ്ങ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ.
ഇന്നലെ രാത്രിയെല്ലാം എറണാകുളത്തായിരുന്നു ഞാൻ. അവിടെ ഭയങ്കര മഴയായിരുന്നു. രാത്രിയിലൊക്കെ ഉറക്കം തെളിയുമ്പോഴൊക്കെ ഈ പുറത്ത് മഴയുടെ ശബ്ദം. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ നാളെ ഇന്നലെ രാവിലെ യാത്ര പുറപ്പെടേണ്ടതാണ്, ഇങ്ങോട്ട് വരണം. ഭയങ്കരമായ മഴയാണ്, വെള്ളക്കെട്ടുണ്ടാകാം. നേരം വെളുത്തു. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ പ്രാർത്ഥനയിൽ ഞാൻ കണ്ടു വലിയൊരു അഭിഷേകത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു. എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞുകൊണ്ട് സമയത്ത് എന്നെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകാനുള്ള വാഹനം പുറപ്പെടാൻ സമയമായപ്പോൾ അവർ വിളിക്കുന്നു. അവർ കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തെയും ഭൂമിയെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചു. കാരണം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് അല്പസമയം മുമ്പ് മഴ നിന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ കണ്ടത് 10 മണിക്ക് ശേഷം പിന്നെ എവിടെയെങ്കിലും ഒരു മഴ പെയ്തില്ല. ഇന്നലെ രാവിലെ ഓൺലൈനിൽ ന്യൂസ് ഉണ്ടായിരുന്നു, എല്ലാ പത്രങ്ങളും ന്യൂസ് ഉണ്ടായിരുന്നു. അതിശക്തമായ മഴയെന്നാണ് കൊടുത്തിരുന്നത്. അതിശക്തമായ മഴ 3 ദിവസം മറ്റാണ് പ്രവേശിക്കപ്പെട്ടത്. അനേകം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, അടുത്തെന്താണ് യെല്ലോ അലേർട്ട്, ഇതെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാ ജില്ലകളിലും. ഞാനിത് പറഞ്ഞത് ഇന്നലത്തിന് ശേഷം അതിനുശേഷം പിന്നെ മഴ പെയ്തില്ല. ഞങ്ങൾ വരുന്ന വഴിയിലാണെങ്കിൽ പോലും ചില ഇടങ്ങളിൽ മാത്രം ഒരു ചാറൽ മഴ പോലെ വന്നു. വരുന്ന വഴിയിൽ ഞാനിത് പറഞ്ഞതിന് കാരണം മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ്റെ അറിവുകളും ചിന്തകൾക്കൊക്കെ എത്രയോ അപ്പുറത്താണ് നമ്മുടെ കർത്താവ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തിനേയും ഏതിനേയും മാറ്റിമറിക്കാൻ ശക്തനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ദൈവമേ ഈ കാര്യം ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ ശക്തനായ ഒരു കർത്താവ് ടോംസക്കറിയേക്കുണ്ട്, സ്പിഡിഷനുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ഈ ദേശത്തിന് മേലുള്ള എല്ലാ പൈസ ആധിപത്യങ്ങളെ ബന്ധിക്കുകയാണ്. അത് ബന്ധിക്കപ്പെടും. പക്ഷെ അതിൻ്റെ ഫലങ്ങൾ നിലനിന്ന് പോകണമെങ്കിൽ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകണം. ദൈവം ചെയ്യാൻ തയ്യാറാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ഇന്നലത്തെ ഇത്രമാത്രം കാലാവസ്ഥ പ്രവചനം നിലവിൽ നിൽക്കുന്ന സമയത്താണ് അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് കാലാവസ്ഥയെ മാറ്റിയത്. ഇതൊരു വലിയ തെളിവാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അത് അവിടുത്തെ അഭിഷേകം, സ്പിരിറ്റിന്റെ അഭിഷേകത്തിൽ ബന്ധിക്കപ്പെടുകയാണ്. അതേതും മണ്ണിടിച്ചിലോ ഏത് ഉരുൾപൊട്ടലോ മലയിടിച്ച് എന്തുമാകട്ടെ അത് കെട്ടപ്പെട്ടിരിക്കും. അതിനൊരു സംശയവുമില്ല, അത് കെട്ടപ്പെട്ടിരിക്കും. പക്ഷെ അതിനകത്തൊരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കേട്ട വചനമാണ് റോമ 8:19. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ജീവിക്കുന്ന മനുഷ്യർ വീണ്ടും പാപത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം നിങ്ങൾ ഇത്രയും പേര് ഇത് കേൾക്കുന്നു, അല്ല നിങ്ങൾ ധ്യാനം കൂടി നിങ്ങൾക്കറിയാം, സ്വീഡിഷ് മക്കൾക്കറിയാം വിശുദ്ധമായിട്ട് ജീവിക്കണം. പക്ഷെ ഇതറിയില്ലാതെ എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർ മദ്യപിക്കുന്നു, വ്യഭിചരിക്കുന്നു, കൊല്ലുന്നു, പാപത്തിൽ ജീവിക്കുന്നു. അവരിലൂടെ വീണ്ടും ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ കോപം ഇറങ്ങി വരുന്നു. പിശാചിന്റെ ഭരണം വീണ്ടും ഭൂമി വരികയാണ്. അപ്പോൾ പിന്നെ നമ്മളെ ബന്ധിച്ചതിന് എന്താ അർത്ഥം ഇരിക്കുന്നത്? ഇതിനെ നേരിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പണ്ടൊരിക്കൽ കർത്താവ് ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, സ്വതോം ഗോമോറയിൽ നിന്നും അവിടെ വലിയ നിലവിളി ഉയർന്നിട്ടുണ്ട്, ആ ദേശം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു, ദൈവമേ 50 പേരോട് 50 നീതിമാരോട് നശിപ്പിക്കുമോ? ഇല്ല. പിന്നെ 40 പേരുള്ളല്ലോ? ഇല്ല. 30 പേര്, 20 പേര്, 10 പേരോട് നശിപ്പിക്കുമോ? ഇല്ല. 10 പേരെ ദൈവം നോക്കി അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഈ നാട്ടിൽ, ഈ ദേശങ്ങളിൽ, അനേകം ദേശങ്ങളിൽ 10 അനേകം സ്പിരിറ്റിന്റെ മക്കളുണ്ട് നീതിമാന്മാരായിട്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. ഇവിടെ ഈ ദൗത്യം, ഈ ദൂത്, ഈ വചനം
ഇത് മറ്റുള്ളവർ കേൾക്കണം. ഈ ഒഴുത്തിനകത്ത് മാത്രം പ്രഘോഷിയുടെ വചനം മറ്റുള്ളവർ അനേകം പേർ അറിയണം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ വായിക്കുന്നൊരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1 പത്രോസ് 3:19 പ്രകാരം വായിക്കുന്നു, യേശു തൻ്റെ ആത്മാവിൽ കടന്നു ചെന്ന് ബന്ധനസ്ഥരെ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. 20 വചനം പറയുകയാണ്, അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവ്വം കാത്ത് ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ദൈവം കാത്തു നിന്നു. 100 കണക്ക് വർഷങ്ങളാണ് എടുത്തത് നോഹ പെട്ടകം പണിയാൻ എടുത്തത്. 1-2 മാസമല്ലോ, വർഷമല്ല, 100 വർഷങ്ങൾ നോഹ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 100 വർഷക്കാലം കൊണ്ട് ഈ വിവരം ശിക്ഷ വരാൻ പോകുന്നു, നാശം സംഭവിക്കാമെന്നുള്ള വിവരം ലോകമെല്ലാം അറിയുവാൻ അന്ന് കർത്താവ് ഇവിടെ വരുത്തി. അന്ന് ഇൻ്റർനെറ്റൊന്നുമില്ല, TV ഇല്ല, മൊബൈലൊന്നുമില്ല, ഫോണൊന്നുമില്ല. പക്ഷെ വചനത്തിൽ പറയുകയാണ് ദൈവം ക്ഷമാപൂർവ്വം കാത്തിരുന്നു. അതിൻ്റെ അർത്ഥം ദൈവം കാത്തിരുന്നതിന് വേണ്ടിയിട്ടാണ്, മനുഷ്യർ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ലോകമെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞിരിക്കും? അന്ന് പത്രങ്ങളില്ല. എങ്ങനെ അറിഞ്ഞിരിക്കും? വാമൊഴിയായി മനുഷ്യൻ പറഞ്ഞ് 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 അത് അറിയാതെ ഇവിടെ വരുത്തി ആ കാലത്ത്. അങ്ങനെയാണെങ്കിൽ അന്ന് ദൈവം കാത്തിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഈ തലമുറയിൽ നിങ്ങളോട് ഞാൻ പറയും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, സത്യം അറിയുന്നവരാണ് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ചുറ്റുപാടത്തേക്ക് മനുഷ്യർ അറിയണം. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ദേശങ്ങൾ ഇറങ്ങിച്ചെന്നുകൊണ്ട് മനുഷ്യരോട് പറയാനായിട്ട്. എന്താ പറയേണ്ടത്? പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ നിന്നും ഈ മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ മാറ്റാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ജപമാലയുടെ വലിയ മഹത്വം, പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം അവിടെയാണ്. ജപമാല ചൊല്ലി പ്രദേശത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രൈസ്തവ ഭവനങ്ങളിൽ അവർ മാനസാന്തരപ്പെട്ടാൽ മാത്രം മതി, ദൈവം നാടിനെ രക്ഷിക്കും. മറ്റുള്ളവരെ വിടുകയാണ്. ക്രൈസ്തവ കുടുംബങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ദൈവം അവരെ പ്രതി നാടിനെ സംരക്ഷിക്കും, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് അനേകം ക്രൈസ്തവ കുടുംബങ്ങൾ ജീവിക്കുന്നത് നാശത്തിലും പാപത്തിൻ്റെ വഴിയിലുമാണ്. അപ്പോൾ നിങ്ങൾ ഈശോ പറഞ്ഞു, നിങ്ങൾ പോകേണ്ടത് വിജാതിയിലേക്ക് പോകണ്ട, നിങ്ങൾ ഇസ്രായേൽ ഭവനത്തിൽ പോകാനാണ് പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ചെന്ന് പറയാനായിട്ട്? സാധിക്കുമോ? സാധിച്ചാൽ നല്ലത്. അത് നിങ്ങൾക്കൊരു സുവിശേഷ ദൗത്യമാണത്. ലഘുലകളുമായി കടന്നു ചെന്ന ആൾക്കാരോട് പറയണം, ഈ മനുഷ്യൻ്റെ ഈ പാപം മൂലമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എത്രമാത്രം മനുഷ്യർ ഭയന്ന് വിറച്ചു? ഇവിടെ ആർക്കെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ എന്ന് പറയുന്ന വയനാട്ടുകാർ? നിങ്ങൾ ഭയന്നിരുന്നോ? അനേകം മനുഷ്യർ ഭയന്നിരുന്നു. കാരണം എവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ കർത്താവിൽ ഐക്യപ്പെട്ട് ജീവിച്ചാൽ ഒരു തിന്മയും നിങ്ങൾ തൊടില്ല, ഒരു പോറലും ഏൽക്കില്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളവരോട് പറയുക, പങ്കുവയ്ക്കുക, വചനം കൊടുക്കുക, രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഒരു വീട് കയറി ഇറങ്ങിച്ചെന്നുകൊണ്ട് പാപം ചെയ്യരുത്, ജപമാല ചൊല്ലണം, ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ഇതിനെ നമുക്ക് ചെറുക്കാൻ സാധിക്കുമെന്ന് മനുഷ്യരെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് ചെയ്യാൻ അനേകം പേര് തയ്യാറാകാതിരിക്കുമോ? ഒന്നുമില്ലെങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ തയ്യാറാകും ഞങ്ങളുടെ നാട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പ്രവർത്തിക്കും. ഞാനത് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവിൻ്റെ ശക്തമായ കരം നിങ്ങളിലൂടെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈവത്തി പിടിക്കാം. ദൈവത്തിൻ്റെ വചനം ഈ നാടിനെ വിടുവിക്കട്ടെ. ഇവിടുത്തെ അഭിഷേകം നാടിനെ മോചിപ്പിക്കട്ടെ. ഇന്നലെ ഞാൻ എൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് പറയാൻ വേണ്ടിയാണ് തുടങ്ങിയത്. ആത്മാവിൽ ഞാൻ സഞ്ചരിച്ചു. ആത്മാവിൽ സഞ്ചരിച്ചിങ്ങനെ അവിടുന്ന് യാത്ര പുറപ്പെടുന്ന അവിടെ മുതൽ ഈ വയനാട് വരെയും ഈ വയനാടിലെ മലമടക്കുകളിലൂടെ ഈ ദേശം മുഴുവൻ ഇങ്ങനെ എൻ്റെ ആത്മാവ് സഞ്ചരിച്ചു. ഇവിടുത്തെ അഭിഷേകം ഇവിടെ എല്ലാം പകർന്നു കൊടുത്തുകൊണ്ട്, ഇവിടെ എല്ലാം ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ഈ ദേശങ്ങളെ ബന്ധിച്ചുകൊണ്ടാണ് ആത്മാവ് സഞ്ചരിച്ചത്. ആ അഭിഷേകത്തിൻ്റെ ശക്തി ഇന്ന് ഈ ജനം ഇത്രമാത്രം മക്കളെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ സ്പിരിറ്റിന്റെ നാമത്തിൻ്റെ ശക്തി ഈ വയനാടിന്റെ മണ്ണിലേക്ക് ഇറങ്ങി, ഇല്ല മലമടലിലേക്ക് ഇറങ്ങി, കണ്ണൂരിലേക്ക്, കാസർഗോഡേക്ക്, കോഴിക്കോട്, നീലഗിരി, പാലക്കാട്, ഈ മലപ്രദേശങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി സഞ്ചരിക്കട്ടെ, വ്യാപരിക്കട്ടെ. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്ന് ഈ നാട് സ്വതന്ത്രമാകട്ടെ, വിടുവിക്കപ്പെടട്ടെ. എല്ലാ ഉരുൾപൊട്ടലുകളിൽ നിന്ന്, മലയിടിച്ചിലുകളിൽ നിന്ന് നാട് സ്വതന്ത്രമാകട്ടെ, നാട് സംരക്ഷിക്കപ്പെടട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാര ശക്തിയുള്ള സ്പിരിറ്റിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് എനിക്ക് നൽകിയ ആത്മാക്കളുടെ അപ്പോസ്തലരുടെ അധികാരത്തിൽ ഈ ദേശത്തെ ബന്ധിക്കുന്നു. അടിമകളെ ബന്ധിക്കുന്നു, ആത്മാക്കളെ ബന്ധിക്കുന്നു. കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ. സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.